കൂട്ടുകാരെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതെ, ഇന്ന് ഞാൻ ഇലമുളച്ചിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ഇതും. കാരണം ഒരുവിധ ആൾക്കാരൊക്കെ ഈ മൂത്രത്തിൽ കല്ല്, അതായത് കിഡ്നി സ്റ്റോണായിട്ടും ബന്ധപ്പെട്ടിട്ട് പല മരുന്ന് കഴിച്ചിട്ടും മാറാണ്ടൊക്കെ, പല ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും മാറാണ്ടൊക്കെ ഇരിക്കുന്നത്. ഇത് അനുഭവം ഉള്ളതുകൊണ്ടാട്ടോ പറയുന്നത്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ പരീക്ഷിച്ചതുകൊണ്ടാണ് പറയുന്നത്. എന്നതൊരു പാരമ്പര്യ വൈദ്യം പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ ഇതിൻ്റെ 7 ഇല നമ്മൾ കാലത്ത് ഒരു 4 മണിക്കാണ് അദ്ദേഹം പറഞ്ഞത്. 4 മണിക്ക് കഴിച്ചിട്ട് അത് കഴിച്ച് 4 മണിക്ക് കഴിച്ചതിന് ശേഷം നമ്മളൊരു 7 മണിക്ക് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക. പുലർച്ചെ 4 മണിക്ക് കഴിക്കുക. 7 ഇല പുലർച്ചെ 4 മണിക്ക് കഴിക്കുക. ഒരു 7 മണി 7:30 കൂടെ കാലത്തെ ഭക്ഷണം കഴിക്കുക. അതുവരെ കഴിക്കരുത്. ഇത് 4 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ 7 മണി വരെ ഒന്നും വെള്ളം കുടിക്കരുത്, ഒന്നും ചെയ്യരുത്. 7 മണിക്ക് നമ്മൾ കാലത്ത് എണീച്ച് 7 മണിക്ക് ഈ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിക്കുക. അങ്ങനെ 7 ദിവസം ഓരോ ഇല വെച്ചിട്ട് നമ്മൾ 7 ദിവസം കഴിക്കുക. അതിന് മുന്നേ നിങ്ങളിപ്പോൾ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കിഡ്നിയിലാണോ കല്ല് എവിടെയെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ശേഷം ഈ 7 ഇല കഴിച്ചിട്ട് ഒരു 8-10 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അവിടെ ആ കിഡ്നിയിലായാലും ഇതിലായാലും കല്ലുണ്ടാവില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ 2-3 പേർക്കാണ് അങ്ങനെ ഇത് പരീക്ഷിച്ചിട്ട് ശരിയായിട്ടുള്ളത്. ഇലമുളച്ചി എന്നുള്ള പേര് വരാൻ കാരണം നിങ്ങൾക്കറിയാലോ, ഇലയിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ഇല നിലത്തിട്ടാലോ വെള്ളത്തിലിട്ടാലോ എവിടെ ഇട്ടാലും പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പുസ്തകത്തിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഇലമുളച്ചി പ്രസവിച്ചു എന്നൊക്കെ പറയും. കാരണം അത് മുളച്ച് വരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കും. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ എവിടെയും അങ്ങനെ കാണുന്നില്ല. ഇതിൻ്റെ ഗുണങ്ങൾ അറിയണത് ഈ ഇടയ്ക്കാണ്. ഇത് ഇത്രയും നല്ലൊരു ഗുണമുള്ളൊരു സാധനമാണെന്നുള്ളത് മനസ്സിലായതിൻ്റെ ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നീർക്കെട്ട് പോലെയുള്ളതെല്ലാം ശരീരത്തിൽ നീർക്കെട്ടുള്ളവർക്കൊക്കെ നല്ല ഗുണം ചെയ്യും ഇതിന് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നീർക്കെട്ടിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. പക്ഷേ മൂത്രത്തിൽ കല്ല്, കിഡ്നിയിൽ കല്ലുള്ള ഒരുവിധം കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്രദമാവും. കാരണം എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ 3 പേര് കഴിച്ചിട്ട് അവർക്ക് സ്കാൻ ചെയ്തപ്പോൾ പിന്നെ അത് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഒരാൾക്ക് ഇങ്ങനെ ഒരു കല്ലുള്ളത് ഇറങ്ങി വന്ന് താനെ യൂറിൻ പാസ് ചെയ്തപ്പോൾ പോയി, പിന്നെ അലിഞ്ഞു പോയി. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, കാരണം 100 ഉറപ്പ് തരുന്നുണ്ട്. ഇത് 7 ഇല വേറെ ഒരു ഇതുമില്ല. പക്ഷേ ഈ 7 ദിവസം ഇറച്ചി മീനും ഇറച്ചതും പൊരിച്ചതൊന്നും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് പഥ്യമുണ്ട്. 7 ദിവസം ഇത് കഴിക്കുമ്പോൾ മീൻ ഇറച്ചി അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഞങ്ങളൊരു പാരമ്പര്യ വൈദ്യനെ പോയി കാണിച്ചതാണ് ഇവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഇത്താക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ കഴിച്ച് അത് കുറഞ്ഞ്, അതുപോലെ അത് പറഞ്ഞതിന് ശേഷം മാമാടെ മോൾക്ക് പറഞ്ഞ് അവൾക്കും ശരിയായി. അങ്ങനെ 2-3 പേർക്കായി ഇപ്പോൾ ഞങ്ങളിത് പറഞ്ഞു. അവർക്കൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ അതില്ല, അലിഞ്ഞു പോയി. അതുകൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇല കിട്ടാത്തവരുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ അയച്ചു തരാം. ഓക്കെ.